എന്താണ് ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ? ഒരു വീട് വെക്കുന്ന സമയത്ത് ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്താണ്? നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ നമ്മളെ അവരവരുടെ വീട്ടിൽ ഇതേ ക്രാക്ക് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മെജോറിറ്റി പ്രോബ്ലവും സ്ട്രക്ചറിൻ്റെ പ്രോബ്ലമാണ്. അതായത് ഇരുന്ന് പോകുക, അല്ലെങ്കിൽ ഇത് ക്രാക്ക് വന്ന് സ്ട്രക്ചറൽ ക്രാക്കായി മാറുക മുതലായ ഒത്തിരി പ്രശ്നങ്ങളാണ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീടിൻ്റെ എപ്പിസോഡാണ് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് വെച്ചത് എന്നും അതിൻ്റെ ടെക്നിക്കൽ സാധനങ്ങൾ നമ്മൾ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ള ഇൻറ്റൻഷൻ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതിനേക്കാളും ഉപരി ഒരു ക്ലയന്റ് എന്ന നിങ്ങൾ എങ്ങനെയാണ് ഓരോ ഡിസിഷൻസിലേക്ക് അറൈവ് ചെയ്തെന്നുള്ളതാണ്. അത് വേണം. അത് ഇത് നമ്മൾ സാധാരണക്കാരാണല്ലോ. അപ്പം നമുക്കിത് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ പ്ലേലിസ്റ്റുകളുടെ മെയിൻ പർപ്പസ്. അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ജോർജ് സാറിൻ്റെ അടുത്ത് പോയി നമ്മൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടു, അതൊക്കെ ഫ്രീസ് ചെയ്തു. ആ കാര്യങ്ങളൊക്കെ ഫ്രീസ് ചെയ്തു, പെർമിഷനും നമ്മൾക്ക് കിട്ടി. അതിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ടൊരു കണക്ഷൻ വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞാലോ നമ്മൾ കേൾക്കണത്, നിങ്ങളാവുന്ന കോൺട്രാക്ടർ ആവുന്ന നായകൻ പറയുന്നാണല്ലോ നമ്മൾ കേൾക്കണത്. അപ്പം എന്താണ് ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ? ഒരു വീട് വെക്കുന്ന സമയത്ത് ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്? അതിന്റെ എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ അതിനോടാണ് കുറച്ച് ചോദ്യങ്ങൾ. ഇതിപ്പോ നിങ്ങളുടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഈ ഭൂമിയുടെ മണ്ണ് എന്ത് ടൈപ്പ് മണ്ണാ? ആ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ. എനിക്കറിയാം. നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. ഈ സാധനം വലിയ കട്ടിയില്ലാത്ത മണ്ണാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ എന്തെങ്കിലും? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊടി മണ്ണാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമേ എനിക്ക് ടെക്നിക്കലി അറിയൂ. ഇനി അങ്ങനെയെങ്കിൽ ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്ത് ഡെപ്തിൽ പോകണം നിങ്ങൾക്കറിയോ? പൊടിമണലായ സ്ഥിതിക്ക് എനിക്കറിയില്ല. ശരി, ഇതില് പൈൽ ചെയ്യണോ വേണ്ടയോ? ഫയൽ ചെയ്യണോ വേണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ, കരിങ്കല്ല് വെച്ച് കെട്ടണോ വേണ്ടയോ? നമുക്കൊരു വീട് വേണമെന്ന് മാത്രമേ ഒരു ക്ലയന്റ് ആയിട്ടുള്ള നമുക്ക് ശരാശരി അല്ലെ, നിങ്ങളുടെ തെറ്റല്ല. ഞാനിത് പറയുന്നതിന്റെ മുമ്പിലുള്ള ഏറ്റവും മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഓർഗനൈസ്ഡ് ആയിട്ടും ചെയ്യാം, അൺഓർഗനൈസ്ഡ് ആയിട്ടും ചെയ്യാം. വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നടക്കുന്ന 99% വീടുകൾ പണിയുന്നത് ഈ ഒരു അൺഓർഗനൈസ്ഡ് രീതിയിലാണ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുകയോ അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഒരു അവലോകനം ചെയ്യുകയോ ഒന്നുമില്ല. തൊട്ടടുത്ത് എന്താണോ ആൾക്കാർ ചെയ്തിരിക്കുന്നത്, ചെയ്ത് പഴക്കം എന്താണ്, അത് തന്നെ വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായി. ഇപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട്, എസ്പെഷ്യലി നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ നമ്മളെ അവരവരുടെ വീട്ടിൽ ഇതേ ക്രാക്ക് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മെജോറിറ്റി പ്രോബ്ലവും സ്ട്രക്ചറിൻ്റെ പ്രോബ്ലമാണ്. അതായത് ഇരുന്ന് പോകുക, അല്ലെങ്കിൽ ഇത് ക്രാക്ക് വന്ന് സ്ട്രക്ചറൽ ക്രാക്കായി മാറുക മുതലായ ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പം ഇതിൻ്റെ പിന്നെ നടക്കുമ്പോൾ ശബ്ദം കേൾക്കുക, വൈബ്രേറ്റ് ചെയ്യുക, തൊട്ടപ്പുറത്തൂടെ വണ്ടി ചലിക്കുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ ഒരു വൈബ്രേഷൻ വരിക, ഇങ്ങനെയുള്ള പല പല പ്രോബ്ലംസ്. അതിൽ ക്രാക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം. ഇതെല്ലാം വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് എന്ത് ഫൗണ്ടേഷൻ മെത്തേഡ് വേണം, അതിന് ചെയ്യുവാണെങ്കിൽ തന്നെ അതിന് കോൺക്രീറ്റ് എത്ര കനത്തി വേണം, അതിൽ ഏത് കമ്പി വേണം, ഇതൊന്നും ഒരു രീതിയിലും ഒരു ആലോചന ഇല്ലാണ്ട് കുറേ കല്ലെടുക്കി വെച്ചു, തൊട്ടപ്പുറത്ത് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു ചെയ്തത്, അതുകൊണ്ടെന്ന് പറഞ്ഞ് ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇതിനെല്ലാം ഇതൊക്കെ ചെയ്യുന്നതും ഇതൊക്കെ എങ്ങനെ ചെയ്യണതും എന്ത് ആഴത്തിൽ ഇത് വേണം, ആഴം എന്നൊക്കെ എനിക്ക് പറയാറില്ല കേട്ടോ, വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. നിങ്ങളിപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ചല്ലോ, ഇത് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ആള് പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ക്ലയന്റ് എന്ന നിലയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കാണുന്നില്ല. അത് കണ്ടിട്ടില്ല ആളെ. ഡെഫിനറ്റ്ലി ആർക്കിടെക്ട് അവരും ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത്. ഈ കേസിൽ എൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഈ ആർക്കിടെക്ചറൽ ഡ്രോയിങ് അവർക്ക് അയച്ചു കൊടുത്ത്, നമ്മുടെ സോയിൽ ടെസ്റ്റ് റിസൾട്ടും അവർക്ക് അയച്ചു കൊടുത്ത്, അവരിതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ഇവരിതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ നമ്മളായിട്ട് ഷെയർ ചെയ്യും. ആ സ്ട്രക്ചറൽ ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ഞാനുമായിട്ടുള്ളൊരു ഉടമ്പടി പോലും വരുന്നത്.
മനസ്സിലായി. എന്ത് സ്ട്രെങ്തിൽ ഇത് പൈലിംഗ് വേണോ അല്ലെങ്കിൽ കോളം വേണോ തറ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അവിടെയാണ്. അപ്പൊ അതിൽ ആ ഡീറ്റെയിലിംഗിൽ വരും, ഇത്രയും ഡെപ്തിൽ പ്ലിന്ത് ബീം വരണം, ഇന്ന ഗ്രേഡ് കോൺക്രീറ്റ് വരണം, ഇത്ര കമ്പി ഉണ്ടാവണം, ഈ കമ്പി തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു ഡ്രോയിങ് കിട്ടും. ആ ഡ്രോയിങ് ആണ് എഞ്ചിനീയർ ആയ ഞാനോ എന്റെ സാരഥിയോ ഇവിടെ പണിക്കാരെ കസ്റ്റമർ ഞാനാണല്ലോ ഇത്. എന്തായാലും ഇത് ഫ്രീ ഒന്നുമല്ല, കാശോനുള്ളത് നിങ്ങൾക്ക്. അപ്പൊ എനിക്കുണ്ടാകുന്ന ബെനിഫിറ്റ് കോസ്റ്റ് വൈസ് വരുമ്പോൾ എനിക്ക് കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ വീട് പണിയുന്ന ആളെന്ന രൂപത്തിൽ എങ്ങനെ ഇത് ലാഭിക്കാമെന്നായിരിക്കുമല്ലോ എൻ്റെ മാനസികാവസ്ഥ. അതെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എറണാകുളം വരെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസും ഉണ്ട്. അതെ, അതിൽ ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളും ഭാര്യയും 2 മക്കളും ഉണ്ട്. ഇവരെ ഒരു സ്കൂട്ടറിന്റെ മുമ്പിലും പുറയിലും ഇരുത്തിയിട്ട് നിങ്ങൾക്ക് പോവാം അല്ലേ? അതെ. അതോടൊപ്പം നിങ്ങൾക്കൊരു കാറിൽ നിങ്ങളും വൈഫും മുമ്പിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് മക്കളെ പുറയിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തിയിട്ടും പോവാം. ഇതിലേതാണ് സേഫ്? രണ്ടാമത്തെ സേഫ് ആണല്ലോ. പക്ഷെ രണ്ടാമത്തെ സാധനത്തിന് ചെലവ് കൂടുമോ? കൂടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇനി അതൊരു ആക്സിഡന്റിൽ പോയി പെട്ടാൽ സ്കൂട്ടറിൽ വരുന്ന ആക്സിഡന്റിനായിരിക്കുമോ കാറിൽ വരുന്ന ആക്സിഡന്റ് ആയിരിക്കുമോ ചെലവ് കുറവ് വരിക? ചിലവ് മേ ബി ഡിപ്പെൻസ്. ഒരു പക്ഷേ ദൈവത്തിന്റെ കയ്യിൽ. അങ്ങനെയാണ്. ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല, പക്ഷെ ഞാൻ പറയേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ്, ആൾക്കാർ ഇതിന്റെ വരും വരായികളെ കുറിച്ച് ആലോചിക്കില്ല. ഇവര് മര്യാദയ്ക്ക് ഒരു സ്ട്രക്ചർ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതും ജീവിതകാലം മൊത്തം ഒരു ക്രാക്ട് സ്ട്രക്ചറിന്റെ അടിയിൽ കിടക്കുന്നതിന്റെ ടെൻഷൻ അനുഭവിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നു. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് അവോയ്ഡ് ചെയ്യാം. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒരു ശരാശരി ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നതിന് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന് കൊടുക്കേണ്ടി വരുന്ന ഒരു എമൗണ്ട് 15,000 രൂപയിലും താഴെയാണ്. 15,000 താഴെ. ഈ ഒരു 15,000 രൂപ ലാഭിക്കാനോ സോയിൽ ടെസ്റ്റിന്റെ ഒരു 20,000 രൂപ ലാഭിക്കാനോ പോകുന്നത് വഴി വരുത്തി വെക്കുന്ന ഡാമേജുകളുടെ കോസ്റ്റ് ലക്ഷങ്ങളാണ്. അത് അവിടെയാണ് ഇവിടെയാണ് ഇതിന്റെ പോയിന്റ്. അപ്പൊ ഇത് അതൊന്നും വേണ്ട, ഇത് ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന. അപ്പൊ ഇതില് ഈ പലരും അഡ്വൈസ് സ്വീകരിക്കുന്നത് തന്നെ ലോക്കൽ ഒരു ആളുടെ അടുത്തുനിന്ന് സ്വീകരിക്കുമ്പോൾ ഒരിക്കലും ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ പറയുന്നത് പോലെ ആയിരിക്കില്ല അവർ അഡ്വൈസ് ചെയ്യുക. സ്ട്രക്ചറൽ ഡ്രോയിങ്സ് വന്ന് വർക്ക് എക്സിക്യൂട്ട് ചെയ്താൽ സയൻസ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഈ വീടുകൾക്ക് എന്താണെങ്കിലും ഉണ്ടാവും. അതാണ് വരുന്നത്. ഇപ്പം നിങ്ങളുടെ ഒരു വീട് വരുമ്പോൾ നമ്മൾ തമ്മിലുള്ള സൗഹൃദം എക്കാലത്തും നിൽക്കേണ്ടതാണ്. ഈ വീടിന് ഒരു പ്രശ്നം വന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേ പവൻ അല്ല, ഞാൻ പറയാം പവൻ പണിത വീടാണ് കേട്ടോ. അത് ഒരു സൈഡ് സ്വാഭാവികമായിട്ടും പറയുമല്ലോ. അപ്പൊ അതില്ലാതാക്കുന്നതിന് ഈ ഞാനൊരു 30,000 35,000 രൂപ ലാഭിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ ഡിസൈനറുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ചിലപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ചിലപ്പോൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന മെത്തേഡ് ചിലപ്പോൾ ലോക്കലി ഒരാൾ പറഞ്ഞ മെത്തേഡുമായിട്ട് വ്യത്യാസം ഉണ്ടാവാം. ചിലപ്പോൾ അതിന് കോസ്റ്റ് കൂടുതലുണ്ടാകാം. പക്ഷേ വാട്ട് ഇസ് ദി അതർ ഓപ്ഷൻ എന്നുള്ളതാണ്. അതല്ലാണ്ട് നിങ്ങൾ എന്താ ഓപ്ഷൻ? കല്ല് വെച്ച് കെട്ടിയിട്ട് ഇരുന്ന് പോകുക എന്നുള്ളതാണ് ഓപ്ഷൻ അല്ലേ? ഈ കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ എന്തോരം വീട് പൊളിഞ്ഞു വീണു. ഓക്കെ, ഞാനിത് പണ്ട് ഗീതാ മാഡത്തിന്റെ ഇത് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു എപ്പിസോഡാണ്. നേപ്പാളിൽ ഒരു ഭൂകമ്പം വന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു റീസെന്റ്. ന്യൂസിലൻഡിലൊരു ഭൂകമ്പം, അതിലും റിച്ചർ സ്കെയിലിൽ കൂടിയ ഒരു സാധനം വന്നു. അതിലാകെ ഒരാളെ മരിച്ചുള്ളൂ. അയാൾ പേടി വന്ന് ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത്. മരണത്തിന്റെ ഒരു മെയിൻ റീസൺ ബിൽഡിംഗ് ഇടിഞ്ഞ് വീഴുന്നതാണ്. മനസ്സിലായോ? ഇതിലെ പോയിന്റ് എന്നാന്ന് വെച്ചാൽ സ്ട്രക്ചറലി കംപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ ഒത്തിരി റിസ്കുകൾ ഒരു സാധാരണക്കാരനെ അവോയ്ഡ് ചെയ്യുവാണ്. അതൊന്നും ഇല്ലാണ്ട് വെറുതെ വന്നു കുറച്ച് കല്ല് വെച്ച് അടുക്കി കെട്ടി. അപ്പോൾ എനിക്ക് പലപ്പോഴും നിങ്ങളുടെ വീഡിയോസ് കണ്ട ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമുക്ക് ഈ കട്ട വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും, ഈ ബ്രാൻഡ് സിമെൻറ്റ് വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും, ഈ ബ്രാൻഡ് കമ്പി വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും. ഇതൊക്കെ ഞാനല്ല പറയേണ്ടത്. ഇതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം കൃത്യം അവർക്ക് പറയാൻ പറ്റും, നമ്മൾ ഇന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ഇന്ന ഗ്രേഡ് കോൺക്രീറ്റ് വരണം, അതിന് ഇന്ന സിമെന്റ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. അതാണ് അതിന്റെ പ്രൊഫഷണൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച്. അപ്പൊ എന്തായാലും ഒരു 3,000-3,500 സ്ക്വയർ ഫീറ്റോ ഒക്കെ വെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് ഇതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ഒപ്പീനിയനോട് കൂടി ചെയ്താൽ ഭാവിയിൽ വെറുതെ ടെൻഷൻ അടിക്കോ വേണമല്ലോ, അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ ഇല്ലാതെ മാറ്റാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട്ടിലും നിർബന്ധമായിട്ട് നമുക്ക് ഇപ്പോൾ WVA എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തത്. WVA അവർ നമ്മളുമായിട്ട് ബന്ധം വേണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ല, അത് നിങ്ങളുമായിട്ടുള്ള അസോസിയേഷനാണ്. അതെ, യെസ്. അപ്പൊ ഇതിൽ സന്തോഷം. നമ്മളെന്തായാലും ഓരോ എപ്പിസോഡുകളും നമ്മുടെ ആളുകൾക്ക് ഉപകാരപ്രദമാകണം.
അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പിന്നെ ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ ഉപയോഗിച്ച പ്രോഡക്റ്റുകളും ഞങ്ങൾ ഉപയോഗിച്ച രീതികളും നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് കാണാൻ കേട്ടോ. മോസ്റ്റ് വെൽക്കം അല്ലേ? അപ്പോൾ അവരെ നമുക്ക് കാണിക്കണമല്ലോ, അതുകൊണ്ട് വെറുതെ ഇതിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്ന് കാണട്ടെ അവരെല്ലാവരും. അപ്പോൾ എന്താ ഒരു പോയിന്റും കൂടെ പറയാം. സ്ട്രക്ചറൽ എഞ്ചിനീയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജും കൂടെ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കട്ടയാണ്, അതിന് കോസ്റ്റ് കുറഞ്ഞ കട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിനോട് നമുക്കത് പറയാം, അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോട് നമുക്ക് പറയാം നമ്മൾ ഇന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അത് നമുക്ക് ഭിത്തിയിൽ താങ്ങാൻ പറ്റില്ല, അപ്പം നിങ്ങൾ കോളമായിട്ട് പണിയണം. ഈ ഒരു ടെക്നിക്കൽ ഡിസ്കഷൻ ഉണ്ടല്ലോ, ഇന്ന സാധനമാണ് വരുന്നത്, ഇവിടെ ഇത്രയും ഹൈറ്റ് ഗ്ലാസ്സാണ് വരുന്നത്, ഇത്രയും വീതിയിൽ ഗ്ലാസ് വരും, അപ്പൊ അതുകൊണ്ട് ഇവിടെ കോളം വെക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങളും നമുക്ക് പറ്റും അങ്ങനെ ഒരു പ്രൊഫഷണൽ നമ്മുടെ കൂടെ ടീമിലുള്ളപ്പോൾ. അപ്പോൾ സന്തോഷം. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. യെസ്, താങ്ക് യു. ഓൾ റൈറ്റ്.